ഞങ്ങൾ അതിൽ ഹാപ്പി അല്ല, നിങ്ങൾ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ എന്തുകൊണ്ട് തീരെ മോശമായിട്ട് കണ്ടു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച മറുപടി. പിന്നെ നൗഷാദ് ഞാൻ സംസാരിച്ചത് ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയെ കാണാൻ മുമ്പൊക്കെ നൗഷാദ് ഒക്കെ കൂടിയുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകന്റെ സ്ഥിതിയാണ് ഈ പറഞ്ഞത്. അപ്പൊ സംസ്ഥാനത്ത് സാധാരണ ബസ്സുകാരന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ പറയാൻ തുടങ്ങി പിണറായി 3 വരെയായിരുന്നു നമുക്ക് നല്ലത്, ബസ് സർവീസ് നല്ലത് എന്ന് പറയാൻ തുടങ്ങി. ആ സ്ഥിതിയിൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ബസ് മുതലാളിമാരുടെ വായിൽ നിന്ന് അങ്ങനെ തന്നെ കേൾക്കണേ, ബസ് മുതലാളിമാരുടെ വായിൽ നിന്ന് പിണറായി വിജയൻ സഖാവ് തന്നെയായിരുന്നു ശരി, പിണറായി വിജയൻ 3.0 വന്നാൽ മതിയായിരുന്നു എന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. നമ്മളിതൊക്കെ ഇലക്ഷന് മുന്നേ പറയാൻ തുടങ്ങിയതാ. പൊന്നുമക്കളെ, ചതിക്കല്ലിങ്, കേരളത്തിനെ സംഘികളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുവാടേ പറയുന്നേ, ഇവിടെ BJP അല്ലല്ലോ ഭരിക്കുന്നേ, BJP-നെ ഭരിക്കുന്നേ. അതിൽ നിങ്ങൾക്ക് വലിയ സംശയമൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുക കോൺഗ്രസ്സുകാർ മുഴുവൻ അല്ലേ ആ വെള്ളയും വെള്ളിട്ട് അടക്കുമ്പോൾ ആ കതർ കാണുമ്പോൾ അതാണെന്ന്. അല്ല, കതറിന്റെ ഇടയിൽ നിങ്ങൾ കാണാത്ത ഒരു കാവിച്ചരട് പോയിട്ടുണ്ട്. അതുകൊണ്ട് BJP തന്നെ അവിടെ ഭരിക്കുന്നത് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ KM ഷാജി എന്താ പറഞ്ഞേ, മന്ത്രി KM ഷാജി എന്താ പറഞ്ഞേ, PMA വഴി വീടൊക്കെ വയ്ക്കുന്നുണ്ടാവല്ലോ. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ എങ്ങാണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്. അത് വേണമെങ്കിൽ ആ 1.5 ലക്ഷം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് തരണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു എംബ്ലം പറയും. ആ എംബ്ലം നമ്മുടെ വീടിന്റെ മേലൊക്കെ പതിക്കണം. അതായത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വീടിന്റെ മുൻപിൽ വലുതാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ എംബ്ലം ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് 1 ലക്ഷം രൂപ ദാനം തന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കിയെന്ന് നാട്ടുകാരോട് കാണിച്ചു കൊടുക്കുന്ന വിധത്തിലൊരു എംബ്ലം ഉണ്ടായിരിക്കും. മനസ്സിലാക്കണം, നമ്മൾ കേരള ഗവൺമെന്റ് 4 ലക്ഷത്തോളം രൂപ മുടക്കുന്നുണ്ട്. വെറും 1.5 ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. തല കയറിയോ? എന്നിട്ട് ആ 1.5 ലക്ഷത്തിന് നമ്മൾ അവര് പറയുന്ന എംബ്ലം വെക്കണം. നമ്മുടെ കഴിഞ്ഞ തവണത്തെ അന്തസ്സുള്ള, അഭിമാനമുള്ള, നട്ടലുള്ള, ആർജവമുള്ള, നിങ്ങളൊക്കെ പറയുന്ന ധാർഷ്ട്യക്കാരനായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണെന്ന് നിങ്ങളാ 1.5 ലക്ഷം ഉലുവ വേണ്ട. അത് നിങ്ങൾ എന്താ തീരുമാനം എടുത്തുള്ളൂ. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കെട്ടിക്കൊടുക്കുന്ന വീടിന്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു എംബ്ലം വെക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു 1.5 ലക്ഷം രൂപ അവർ തരുന്നതല്ലേ, അവർ പറയുന്നതൊക്കെ അനുസരിച്ചാൽ എന്താ? 1.5 ലക്ഷം രൂപ അവർ തരുന്നതല്ലേ, അവരെ കയ്യും കാലും പിടിച്ചാൽ എന്താ? 1.5 ലക്ഷം രൂപ അവർ തരുന്നല്ലേ, അവരൊരു എംബ്ലം വെക്കുന്നത് എന്താ അത്ര വലിയ പ്രശ്നമുള്ളത്? ഇത് പറയുന്നത് ഏകദേശം 3 കോടിയോളം ആസ്തിയുള്ള, 1 രൂപ പോലും കടമില്ലാത്ത KM ഷാജിയാണെന്ന് മനസ്സിലാക്കണം. സോറി, ഞാൻ എങ്ങോട്ടാ പോണേ? ബസ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ KM ഷാജിയെ പറ്റി പറയുന്നത് വെറുതെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുള്ള ഒരു കൊതിയോണ്ടേ പറഞ്ഞു പോകുന്ന. എന്തായാലും മുതലാളിമാര് പറയുന്ന വർത്താനം ഒന്നുകൂടി കേട്ടോളൂ. മോശമായിട്ട് കണ്ടു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച മറുപടി. പിന്നെ നൗഷാദ് ഞാൻ സംസാരിച്ചത് ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയെ കാണാൻ മുമ്പൊക്കെ നൗഷാദ് ഒക്കെ കൂടിയുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകന്റെ സ്ഥിതിയാണ് ഈ പറഞ്ഞത്. അപ്പൊ സംസ്ഥാനത്തെ സാധാരണ ബസ്സുകാരന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ പറയാൻ തുടങ്ങി. പിണറായി 3 വരെയായിരുന്നു നമുക്ക് നല്ലത്, ബസ് സർവീസ് നല്ലത് എന്ന് പറയാൻ തുടങ്ങി. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും 15 വർഷം ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇനി ഇത് മാത്രമല്ല, ഇനിയും വരും. എന്താണ്, പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ ഭരിച്ചാൽ മതിയായിരുന്നു. എന്തൊരു ദുരിതമാണ്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ പറയാൻ തുടങ്ങി, ഒരു ഏകോപനമില്ല, വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. മൂപ്പര് വെറുതെ മഞ്ഞാ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇയാൾക്ക് കാര്യങ്ങൾ നടത്താൻ അറിയില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇനിയാണ് ഇവരുടെ സങ്കട കഥകൾ. അതിഭീകരമായ സങ്കട കഥകളാണ്. സത്യം പറഞ്ഞ ഈ സങ്കട കഥകളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരും. എന്തായാലും കേട്ടോളൂ. 12,000 രൂപ ശരാശരി ഒരു ദിവസം കളക്ഷൻ കിട്ടിയിരുന്ന സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോഴത്തെ വരുമാനം പ്രതിദിനം 8,000 മുതൽ 9,000 രൂപ വരെ മാത്രമാണ്. ജില്ലയിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന എല്ലായിടങ്ങളിലേക്കും KSRTC ഓർഡിനറി ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ചെങ്ങന്നൂർ ഭാഗത്തുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ് കൂടുന്ന ആ ഭാഗത്താണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, തൃശ്ശൂരിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ. എന്തായാലും പ്രൈവറ്റ് ബസ് ഓണേഴ്സ് എല്ലാവരും ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. ചില ഓണേഴ്സൊക്കെ പറയുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് 4-5 ബസ് എടുത്തതാണ്, കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാമല്ലോ എന്നുള്ള തോന്നൽ കൊണ്ടൊക്കെ ഒരു ബസ് എടുത്തതാണ്. അങ്ങനത്തെ തോന്നലൊക്കെ ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ അയാൾ ഒരല്പം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളായിരിക്കും. പാവം,
കമ്മ്യൂണിസ്റ്റുകാരൻ. ശരി, ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ ഒരു ബസ് എടുത്തതാ. അങ്ങനെ ബസ് എടുത്ത് ഓടിക്കാൻ തുടങ്ങിയപ്പോഴതാ പ്രിയദർശിനി വരുന്നു അല്ലേ. അല്ലെങ്കിൽ പണ്ട് തന്നെ പറയാറുണ്ട്, കനകം മൂലം കാമിനി മൂലം കലഹം ഉലകിൽ പലവിധ, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. കലഹം പലവിധ മുലകിൽ സുലഭം. അതാണ്. എന്തായാലും കനകം മൂലം കാമിനി മൂലം, എന്തായാലും കാമിനിയുടെ പേരാണ് പ്രിയദർശിനി. ഒരു സ്ത്രീയുടെ പേര് വെച്ചിട്ട്, അതാരാ നമുക്കറിയാം, ആ ഒരു ഗണ്ഡി കുടുംബത്തിലെ ഒരു അംഗമാണ്. എന്തായാലും അവരെ പേരും വെച്ചിട്ട് പ്രിയദർശിനി എന്ന് പറയുന്ന ബസ് ഓടുന്നു. അവസാനം അതിൽ സ്ത്രീകൾ തിങ്ങിക്കൂടി ഓടുന്നു. അതുവരെ പ്രൈവറ്റ് ബസ്സിൽ എന്താ പറയുക പോയിരുന്ന ആളുകളൊക്കെ പിന്നെ ഗവൺമെന്റിന്റെ KSRTCയിലേ കയറുള്ളൂ എന്ന് വാശി പിടിക്കുന്നു. ഇങ്ങനെ അട്ടിട്ട പോലെയാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്താൻ പോകുന്നു. ഒരു സ്ഥലത്ത് ഫ്രീ കൊടുക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുകയാണെന്ന് പോലും ഒരു സാമാന്യ ബോധമില്ലാത്ത ആളുകളാണല്ലോ നമ്മുടെ കേരളം ഭരിക്കുന്ന ആലോചിച്ച് നോക്കുമ്പോൾ സങ്കടം തോന്നുന്നു മക്കളെ, സങ്കടം തോന്നുന്നു. എന്നാലും സങ്കട വാർത്തകളാണ്, കണ്ടോളെ. അവിടെ നിന്നും എന്താണ് അറിയാൻ കഴിയുന്നത്? വലിയ തകർച്ച വരുന്നുണ്ടോ ഈ ഒരു എവിടെ ഒരു സീറ്റ് ഒരാൾ വെച്ച് ഓടി ഇരിക്കാനുണ്ടോ? എങ്ങനെ മുമ്പോട്ട് പോയി കണക്കിനാക്കി ഞങ്ങൾക്ക് അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങളുടെ ഈ ഒരു വരുമാനത്തിലാണ് ഒരു കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര ജീവനക്കാർക്കാണ് ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്? ഒരു വിടുവായത്തരം പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും ആൾക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എന്താ പറഞ്ഞേ? വിടുവായത്തരമെന്നോ? VD സതീശന്റെ വാക്കുകൾ വിടുവായത്തരം എന്നൊക്കെ പറയാൻ ഹൗ കഷ്ടം. എന്തെങ്കിലും കൊടുക്കാൻ മിച്ചം കാണുമോ? വൈകിട്ടത്തേക്ക് തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഇപ്പം 200-300 രൂപ കൈ നിട്ട് കൊടുക്കണം. അവർക്ക് ഒരു കുടുംബം പൊറുത്തല്ല, അവർക്ക് 600 രൂപ ശമ്പളം അടിച്ചെടുക്കാനുള്ളവർക്ക് സത്യത്തിൽ അതേ ഉള്ളൂ. 3000 രൂപയ്ക്ക് കൂടുതൽ നഷ്ടത്തിലേക്ക് വണ്ടി കൊടുക്കുന്നത്. 2000 മുതൽ 3000 വരെയാണ് ശരാശരി ഇപ്പം നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ നിന്നും 10, 200, 300 രൂപ എക്സ്ട്രാ ഇട്ടിട്ടാണ് അവർക്ക് ഒരു 600 രൂപ 700 രൂപ വേതനം കൊടുക്കുന്നത്. ഇപ്പോൾ അവർ 1000, 1200 ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളാണ്, ജോലിക്കാരാണ്. ഇവർ കുടുംബം പൊറുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ 1000-1500 രൂപയൊക്കെ ശമ്പളം വാങ്ങിച്ചുന്ന ആളുകൾക്ക് ഇപ്പോ എന്താ ഇനി അടുത്ത ദുരിതം കേക്ക്. ഒന്നോട് നമ്മുടെ ബസ് കണ്ടില്ലേ, സർവീസ് വളരെ വളരെ നഷ്ടത്തിലാണ്. ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിക്കന്നെ ബഹുമാനപ്പെട്ട മന്ത്രി തിരിച്ചടിച്ചു. ഒരുപാട് നന്ദി. ഇഷ്ടായി. ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് അയാൾ തുറന്നു പറഞ്ഞു. അയാളൊരു UDF കാരനാണ്. ഞങ്ങൾ UDF വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോൾ ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ ശാപം. കാരണം കാര്യങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാതെ, ഒരു ഉറച്ച നല്ലൊരു രാഷ്ട്രീയ ബോധ്യമില്ലാതെ UDF വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കും എന്ന് പറയുന്ന അബദ്ധധാരണ ചെയ്തു പോയതാ. അതായത് കഴിഞ്ഞ 10 വർഷം ഇവിടെ കേരള ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ണി പിടിച്ചില്ല. നിങ്ങൾക്ക് ആകെ കണ്ണി പിടിക്കായിരുന്നു പിണറായി വിജയനെ മാത്രമായിരുന്നു. പിണറായി വിജയൻ പോരാ അല്ലേ? പിണറായി വിജയൻ രാഷ്ട്രീയക്കാരാണ്, പിണറായി വിജയൻ ദേശീയക്കാരനാണ്. ഇത് മാത്രമായിരുന്നു നിങ്ങളെ തലച്ചോറിലേക്ക് കയറിയ ഏക മരുന്ന്. ആ മരുന്നിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയിട്ട് കുത്തിയതാ, ഇപ്പൊ അനുഭവിക്കുകയാണ്. അനുഭവിച്ചോളിന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ചിലതൊക്കെ ചില ആൾക്കാർ കൊണ്ട് തന്നെ പഠിക്കണം, കൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് അനുഭവിച്ചോളി എന്നല്ല എനിക്ക് അപ്പുറം പറയില്ല. കാരണം നിങ്ങൾ കുത്തിയെന്ന് പറഞ്ഞല്ലോ. നോക്കിയേ, ഒന്നോട് നമ്മുടെ ബസ് കണ്ടില്ലേ, സർവീസ് വളരെ വളരെ നഷ്ടത്തിലാണ്. ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിക്കന്നെ ബഹുമാനപ്പെട്ട മന്ത്രി തിരിച്ചടിച്ചു. ഒരുപാട് നന്ദി. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോ ഏകദേശം ഒരാഴ്ചയായി. ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്താണ് പ്രിയദർശിനി ഫ്രീ യാത്ര കൊണ്ടുവരുന്നത്. വളരെ മോശത്തിലാണ്. മലയാളിമാർക്ക് ഒന്നും കിട്ടാൻ വഴിയില്ല, തൊഴിലാളികൾക്കൊന്നും കിട്ടാൻ വഴിയില്ല. ദിവസം ഞങ്ങൾ പണിയെടുത്ത് 1000 രൂപയും കിട്ടാം. ഇപ്പൊ അത് 500, 300, 400 രൂപ ആയിട്ട് പോണത്. ഡീസലിനാണെങ്കിൽ വില കൂടിയിരിക്കുന്നു. എല്ലാ സ്ത്രീകളായ യാത്രക്കാർ ഫുള്ള് കംപ്ലീറ്റ് അതിൽ കയറിയിട്ടാ പോണത്. ഞങ്ങള് 4 ആളെയും വെച്ചിട്ടാ പോണത്. വൈകുന്നേരം ആകുമ്പോൾ എണ്ണ അടിക്കാനുള്ള പൈസയും കൂടി ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളിപ്പോ 2-4 ദിവസം കൂടി ശമ്പളം ഇല്ലാണ്ടാണ് ഓടുന്നത്. ഞങ്ങള് കൊള്ളാം. അങ്ങനെ ശമ്പളമില്ലാതെ ഓടുന്നു, ഡീസൽ അടിക്കാൻ പൈസ ഇല്ല, മുതലാളിമാര് കുത്തുപാള എടുക്കുന്നു എന്നീ പറയുന്ന സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ്. ഇതിനിടയ്ക്കും എനിക്ക് സന്തോഷം തോന്നുന്നത് ചില ആളുകൾക്ക് ബോധ്യം വന്നിരിക്കുന്നല്ലോ, ചില ആൾക്കാർ ബോധവാന്മാരായിരിക്കുന്നല്ലോ. എന്താണ്, പിണറായി വിജയൻ 3.0 വന്നാ മതിയായിരുന്നു അല്ലേ? ചില സംഗതികളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പശ്ചാത്തപിച്ചുകൊണ്ട് വലിയ കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന നല്ല അവബോധത്തോടു കൂടിയായിരിക്കണം. ഞാനടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു, പൊന്നുമക്കളെ ചതിക്കില്ലേ, നിങ്ങളൊക്കെ കുടുങ്ങാൻ പോവുകയാണ്, ഇവന്മാരൊന്നും ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് കരുണാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കാലം കുറേയായിട്ട് ചെയ്യാൻ തുടങ്ങിയതാ. ഇതുവരെ ആയിട്ടും സ്മാരകം പണി പൂർത്തിയായിട്ടില്ല. ഇനി അതും പോട്ടെ,
എന്തേ നിങ്ങൾക്ക് വയനാട് എന്ന് പറയുന്ന സംഗതി മാത്രം ബോധ്യമായില്ല? വയനാട് ഇവർ 100 ചില്ലറ ആളുകൾക്ക് 100 പേർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ, ഒരു കല്ലിടാൻ ഇവർക്ക് സാധിച്ചോ? കോൺഗ്രസ്സുകാർക്ക് അവർ പിരിച്ച പണം എവിടെയൊക്കെ പോയി? ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ മാത്രം പോരെ എന്തുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നത് ബോധ്യമാവാൻ? പക്ഷേ നിങ്ങൾക്കപ്പോൾ അന്ധമായിട്ടുള്ള സ്നേഹമായിപ്പോയി, അന്ധമായിട്ടുള്ള പിണറായി വിരോധമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ബസ്സുകാരുടെ സങ്കടമൊക്കെ കാണുമ്പോഴേ, കാരണം ഇവർ പടക്കം പൊട്ടിക്കൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷം തന്നെയാണ് ഇവിടെ എന്തിലൊക്കെ നല്ലതുപോലെ ചെയ്യുള്ളൂ, നല്ല ബോധ്യമുള്ളൊരു മനുഷ്യനാണ്. ആ ബോധ്യം ഇപ്പോൾ നാട്ടുകാർക്കും വന്നു തുടങ്ങിയെന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ട് അല്ലേ? ഇനി എങ്ങനെ വന്നു തുടങ്ങി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിക്കാം. സ്വകാര്യ ബസ് സർവീസ് നല്ലതെന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ ഈ മുഖ്യമന്ത്രി കാണാൻ മുമ്പ് നൗഷാദൊക്കെ കൂടിയില്ലായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകന്റെ സ്ഥിതിയാണ് ഈ പറഞ്ഞത്. അപ്പൊ സംസ്ഥാനത്തെ സാധാരണ ബസ്സുകാരന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പറയാൻ തുടങ്ങി പിണറായി 3 വരെയായിരുന്നു നമുക്ക് നല്ലത്, ബസ് സർവീസ് നല്ലത് എന്ന് പറയാൻ തുടങ്ങി. ആ സ്ഥിതിയിൽ ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അപ്പം ഞാൻ അധികം പറയണ്ടല്ലോ.